ഹലോ, ഇന്ന് മട്ടൻ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു 3/4 കിലോളം മട്ടൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടതാണ്. അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 4 വിസിൽ വരുന്നവരെ വെക്കാം. ഇപ്പം കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് 4 വിസിൽ വരുന്നവരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇടുന്നത്. വലിയ ഉള്ളി ഇട്ടാൽ ഈ മട്ടന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് എല്ലാവർക്കും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളിടാം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണിത്. അതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചതാണ് പെരിഞ്ജീരകം. അതൊരു ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഗരം മസാല പൊടി ഇടണം. ഗരം മസാലയും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതൊരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി പൊടിച്ചത് 2 ടീസ്പൂണെല്ലാം ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ 2 തക്കാളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞ് അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നല്ല പോലെ വെന്തിരിക്കുന്നു. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ കുക്കറിലുള്ള മട്ടൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നല്ല പോലെ വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. മല്ലിയില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.